ഉള്ളം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധ്യനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള മാറാനാത്ത സുവിശേഷ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സമ്മാനത്തിനായി ഓടുവിൻ എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. ഈ വചനം കേൾക്കാൻ അവിടുന്ന് ലോകത്തിൽ മുദ്ര ചെയ്തിരിക്കുന്ന സകല മക്കൾക്കും ഈ വചനങ്ങളുടെ ഉൾപ്പൊരുളുകളെല്ലാം അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ. ലോകത്തിൻ്റെ മോഹങ്ങളുടെ ബന്ധനത്തിൽ തകരുന്ന കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ഓ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ചങ്ങലകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. വചനം കേട്ട് അഭിഷേകം പ്രാപിക്കാൻ എല്ലാ കാതുകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണർത്തി പ്രാർത്ഥിക്കുന്നു. ഓ ഹൃദയങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണരട്ടെ, കുടുംബങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണരട്ടെ, വചനത്തിന് വേണ്ടി എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ. കർത്താവെ, ഏതെങ്കിലും മകനോ മകൾക്കോ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവണ്ണം പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാത്താൻ്റെ എല്ലാ ചങ്ങലകളെയും യേശുവിൻ്റെ നാമം അയച്ച് മുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എതിരുകളും കോട്ടകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കുടുംബങ്ങളിൽ ദൈവവചനവും പ്രാർത്ഥനകളും ഉയരാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ എതിരുകളെയും കോട്ടകളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ ആത്മാർക്ക് തിന്മയുടെ അരൂപികൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം, ആകയാൽ സമ്മാനത്തിനായി ഓടുവിൻ, ആകയാൽ സമ്മാനത്തിനായി ഓടുവിൻ. അനേകം ക്രിസ്തീയ മക്കൾ ഇന്ന് തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ലോകത്തിൻ്റെ വഴികളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു തകർച്ചയാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവരിൽ ലഭിക്കുന്നില്ല, നിറയുന്നില്ല. പ്രൈസ് ദ ലോർഡ്. സിയന്നായിലെ വിശുദ്ധ കത്രീന ഇതിനെക്കുറിച്ച് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ ജ്ഞാനത്തിൽ വെളിപ്പെടുത്തുന്ന ആത്മീയ വെളിപാട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പരലോകത്തിൽ സുഹൃത ജീവിതത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരാൾക്ക് ഈ ലോകത്തിൽ വെച്ച് കാണാൻ കഴിയുകയാണെങ്കിൽ ആപത്തുകളും ക്ഷീണവും വകവെക്കാതെ ഓർമ്മയും ബുദ്ധിയും സൽപ്രവർത്തികളിൽ സദാ വ്യാപൃതമായിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ ഭൂമിയിൽ തീക്ഷ്ണമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ദൈവവചനപ്രകാരം ജീവിക്കുമ്പോഴുള്ള കഷ്ടതകളും ദൈവവചനപ്രകാരം ജീവിക്കുമ്പോഴുള്ള നഷ്ടങ്ങളും വേറെ ഓരോ തരത്തിലുള്ള വേദനകളും ഭാരങ്ങളും ഏറ്റെടുക്കാൻ ഒരു വ്യക്തിക്ക് ആവേശം കിട്ടണമെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒളിമങ്ങാത്ത ഒരു കിരീടത്തിന് വേണ്ടിയാണ് നാം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിമങ്ങാത്ത ഒരു കിരീടത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അവർ അപ്രകാരം ചെയ്യുന്നത്. നമ്മളോ അനശ്വരമായ കിരീടത്തിന് വേണ്ടിയും. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളിമങ്ങാത്ത ഒരു കിരീടം ഈ ഭൂമിയിൽ കർത്താവിനോട് വിശ്വസ്തതയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിന്, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ലഭിക്കുന്ന സമ്മാനത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ആണ് കഷ്ടതയുടെ നടുവിൽ ഒരു ദൈവ പൈതലിനെ ദൈവഭക്തിയിൽ മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആന്തരിക ജ്ഞാനമാണ് സ്വർഗരാജ്യത്തിലുള്ള പ്രതിഫലത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിൽ നമുക്കിത് വ്യക്തമായി ദർശിക്കാൻ സാധിക്കും. വിശുദ്ധന്മാരുടെ നിരയിൽ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യുസ്താസ്കിയോസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ അതിപ്രധാന നേതാവായിരുന്നു. സൈന്യാധിപനായി, സർവ്വ സൈന്യാധിപനായി നിയോഗിക്കപ്പെടാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നിറഞ്ഞ ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യനിരകളിലെ മുമ്പന്മാരിൽ ഒരുവനായിരുന്നു യുസ്താക്യൂസ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് പ്ലാസിഡൂസ് എന്നാണ്. ഇദ്ദേഹം ഒരു നാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് കേട്ടു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള രക്ഷയെക്കുറിച്ച് കേട്ടു, സ്വർഗരാജ്യത്തെക്കുറിച്ച് കേട്ടു, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് കേട്ടു, നിത്യജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് അദ്ദേഹം യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഹൃദയം യേശുക്രിസ്തുവിന് സമർപ്പിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി. തൻ്റെ പാപജീവിതം അദ്ദേഹം വെറുത്തുപേക്ഷിച്ചു. ഈ ലോകത്തിലെ സുഖലോൽപ ജീവിതത്തെക്കാൾ, ഈ ലോകത്തിലെ വലിയ പേരും പെരുമയേക്കാൾ, ഈ ലോകത്തിലുള്ള ഒരുപാട് സ്ഥാനമാനങ്ങളെക്കാൾ അതിശ്രേഷ്ഠമാണ് യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നതെന്ന് യുസ്താസ്ക്യൂസിന് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. അദ്ദേഹം തൻ്റെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് ഒരു ധനികൻ്റെ വയലിൽ പോയി പണി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി പേരും പെരുമയും വലിച്ചെറിയാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. തനിക്ക് നിത്യജീവിതം ലഭിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ സുഖലോലഭത വലിച്ചെറിയാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ഈ ലോകത്തിലെ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വചനപ്രകാരം ജീവിക്കണം, യേശുക്രിസ്തുവിനെ ആരാധിച്ച് ജീവിക്കണം, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം, സ്വർഗം എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി ജീവിക്കുവാൻ ഈ ലോകത്തിലെ ജോലി, ഉന്നത സ്ഥാനം, സൈന്യാധിപൻ എന്ന സ്ഥാനം, ഈ ലോകത്തിലെ ജോലി അദ്ദേഹത്തിന് തടസ്സമായി വന്നപ്പോൾ അത് ചപ്പും ചവറും പോലെ, അത് ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഒരു ധനികന്റെ കൃഷിയിടത്തിലെ പണിക്കാരനായി ജോലി ചെയ്ത് സ്വർഗത്തെ വിലപ്പെട്ടതായി കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ട്രാജൻ ചക്രവർത്തി ശത്രുക്കളുള്ള യുദ്ധത്തിൽ തുടരെ പരാജയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം അത്യപൂർവമായ അപകടസ്ഥിതി നേരിടാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രാജൻ ചക്രവർത്തി ഒരുപാട് അന്വേഷിച്ച് അവസാനം ഈ ധനികൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഈ യുസ്താസ്ക്യൂസിനെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹത്തെ ഈ ട്രാജൻ ചക്രവർത്തി തൻ്റെ സർവ്വ സൈന്യത്തിനെ സൈന്യാധിപനായി നിയമിച്ച് യുദ്ധത്തിനായി പറഞ്ഞയച്ച് ആ യുദ്ധങ്ങളിൽ അത്ഭുത വിജയം ചക്രവർത്തിക്ക് ലഭിച്ചു. ശത്രുക്കളെല്ലാം നിശേഷം പരാജിതരായി. യുസ്താസ്ക്യൂസിന്റെ നേതൃത്വത്തിലുള്ള വലിയ യുദ്ധത്തിൽ ഈ ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യങ്ങൾ വളരെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കി. രാജ്യം വലിയ വിജയോത്സവത്തിലായി. ശത്രുക്കൾ പരാജിതരായി. ശത്രുക്കൾ ഛിന്ന ഭിന്നമാക്കപ്പെട്ടു. അങ്ങനെ രാജ്യം വിജയത്തിൻ്റെ ഉത്സവ ലഹരിയിലാണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു, ഈ രാജ്യത്തിൻ്റെ ദേവന് ബലിയർപ്പിക്കാൻ യുസ്താസ്ക്യൂസ് സർവ്വ സൈന്യാധിപനോട് നിർദ്ദേശം കൊടുത്തു. എന്നാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ചിരുന്ന സർവ്വ സൈന്യാധിപൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ ദേവനെ അല്ല, സ്വർഗത്തിലെ ജീവിക്കുന്ന കർത്താവിനെയാണ് ആരാധിക്കുന്നതെന്ന് ചക്രവർത്തിയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചക്രവർത്തി ക്രുദ്ധനായി. അദ്ദേഹത്തെ ഈ യുസ്താസ്ക്യൂസിനെയും കുടുംബത്തെയും അദ്ദേഹം പല വിധത്തിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ യുസ്താസ്ക്യൂസ് എപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത് സ്വർഗം ഉപേക്ഷിച്ച് ഈ ലോകത്തുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട,
ഈ ലോകത്തുള്ള ഒരു പേരും പ്രശസ്തി എനിക്ക് വേണ്ട, ഈ ലോകത്തുള്ള ഒരു അവാർഡും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ യേശുവും യേശു വാഗ്ദാന സ്വർഗവുമാണ് പ്രധാനപ്പെട്ടതെന്ന് ആ ചക്രവർത്തിയുടെ മുമ്പിൽ പ്രഖ്യാപിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചക്രവർത്തി വളരെ ക്രുദ്ധനായി യൂസ്താസ്യൂസിനെയും കുടുംബത്തെയും ഒരു പിത്തള കാളയുടെ ഉദരത്തിലേക്കിട്ട് തീ കൊണ്ട് പഴുപ്പിച്ച് കൊല്ലാൻ ഉത്തരവിട്ട്, അങ്ങനെ യൂസ്താസ്യൂസും കുടുംബവും പിത്തള കാളയുടെ ഉള്ളിലാക്കപ്പെട്ടു. അടിയിൽ ഭയങ്കരമായ തീക്കുണ്ടം എരിഞ്ഞു. അങ്ങനെ ആ എരിയുന്ന തീക്കുണ്ടത്തിൻ്റെ നടുവിലിരുന്ന പിത്തളക്കാളയുടെ ഉള്ളിലിരുന്ന് യൂസ്താസ്യൂസ് കുടുംബവും വെന്ത് മരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അതികഠിനമായ പീഡ, അഗ്നികുണ്ഡത്തിൻ്റെ നടുവിൽ തീ നിറമായി മാറിയ ആ പിത്തളക്കാളയുടെ ഉള്ളിലേക്കിട്ട ആ കുടുംബം അതിനുള്ളിലിരുന്ന് വെന്ത് മരിക്കുമ്പോഴും അവര് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ അത്യധികമായി വിലമതിക്കുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ മുഴുകി ഈ ലോകം തരുന്നതെല്ലാം തിന്നും കുടിച്ചും മതിച്ച് നടന്ന് ഞരമ്പളക്കം പിടിച്ച പുതിയ തലമുറയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നു, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഹോമിക്കരുത്. ഈ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ കാര്യമാണ് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 19ഉം 20ഉം തിരുലിഖിതങ്ങളിൽ ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്: പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിലെ നിന്റെ മക്കളുടെ കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ മക്കൾ ഇന്ന് അഭിമാനം കൊള്ളുന്ന വിഷയം എന്താണ്? നീ ഇന്ന് അഭിമാനം കൊള്ളുന്ന വിഷയം എന്താണ്? ഈ ലോകത്തിൻ്റെ അംഗീകാരം, ഈ ലോകത്തിലെ പേര്, ഈ ലോകത്തിലെ പെരുമ, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, വലിയ ജോലി, വലിയ കൊട്ടാരം, വലിയ എസ്റ്റേറ്റുകൾ, പണം, പദവി, ഇതെല്ലാം ഹൃദയത്തിൽ വലിയ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കുന്നുണ്ടെങ്കിൽ, വലിയ സ്ഥാനം കൊടുത്ത് പൂജിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ നാശത്തെ പൂജിക്കുന്ന വ്യക്തിയാണ്. നീ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയാണ്. നിന്റെ ജീവിതം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു: ഭൗതികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, ഭൗതികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ പൗരത്വം സ്വർഗരാജ്യത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇതുപോലെ സ്വർഗരാജ്യത്തിൽ പൗരത്വത്തിൽ അഭിമാനിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് അന്ത്യോക്യയിലുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തു നൽകിയ സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള ആത്മീയ പരിജ്ഞാനം പരിശുദ്ധാത്മാവ് നിറച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെ കഷ്ടതകളെ നിസ്സാരമായി ചിന്തിച്ചു തള്ളിയ ഒരു വ്യക്തിയാണ് അന്ത്യോക്യയിലുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തെയും മതമർദ്ദനത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ട്രാജൻ ചക്രവർത്തി അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. AD 105 പാർത്തിയായുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങി തിരിച്ചു വരവേ ട്രാജൻ ചക്രവർത്തി ബിഷപ്പ് ഇഗ്നേഷ്യസിനെ വിസ്താരം ചെയ്ത് ചക്രവർത്തി ചോദിച്ചു: ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാച് താങ്കളാണോ? ഉടനെ ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത സ്വർഗത്തെയും വിലമതിച്ച് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലും മനം പതറാതെ ഉറച്ചു നിന്നവനായ സ്വർഗത്തിൻ്റെ പൗരുഷമുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹം ആ ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു: ഞാൻ പിശാചല്ല. ദൈവദാസരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിതനാണ് ഞാൻ. ഇഗ്നേഷ്യസ് തൻ്റെ കാര്യം, സ്വർഗരാജാവിൻ്റെ നിയോഗം ഈ ഭൂമിയിലുള്ള രാജാവിനെ അറിയിച്ച് ചക്രവർത്തി ക്രുദ്ധനായി. ചക്രവർത്തി അദ്ദേഹത്തെ ബന്ധിക്കാൻ തൻ്റെ സൈന്യനിരകളോട് കൽപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ജീവിതമോ ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളോ വിലയില്ലാത്തതായി കണക്കാക്കിയിരുന്ന ഇഗ്നേഷ്യസ് പതറിയില്ല.
ചക്രവർത്തിയ സൈന്യനിരകൾ അദ്ദേഹത്തെ ബന്ധിച്ച് കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം ചങ്ങലകൾ കൊണ്ട് പൂട്ടി. അങ്ങനെ ചങ്ങലകളാൽ ബന്ധിതനായ വിശുദ്ധ ഇഗ്നേഷ്യസ് സ്മിർനായിൽ വെച്ച് പോളികാർപ്പിനെ ആശ്വസിച്ചു. അദ്ദേഹം എഫേസിലുള്ള സഭാവിശ്വാസികൾക്ക് അവിടെ വെച്ച് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. ആ ലെറ്ററിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞാൻ എൻ്റെ ചങ്ങല ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുക്കുന്നു. അതിനെ ഏതൊരു നിധിയേക്കാളും ഞാൻ വിലമതിക്കുന്നു. അത് എനിക്ക് ആത്മീയമായ പവിഴമാലയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെയും സ്വർഗത്തെയും വിലമതിച്ചിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തിൻ്റെ കാലത്തെ മതവിരോധിയായ ചക്രവർത്തിയാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇഗ്നേഷ്യസിനെ ചങ്ങലകളാൽ ബന്ധിച്ച് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ചക്രവർത്തി ഓർഡർ ഇട്ടപ്പോൾ ഇഗ്നേഷ്യസ് എന്ന ഈ മഹാവിശുദ്ധൻ, സ്വർഗത്തിന്റെ പൗരുഷം നിറഞ്ഞ ഈ വിശുദ്ധൻ സധൈര്യം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്: ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ പുരോഹിതനാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ചങ്ങല എനിക്ക് പവിഴമാലയാണ്. സ്വർഗത്തെ വിലമതിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കുള്ള കഷ്ടതയെ വിലമതിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കായികാഭ്യാസികൾ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അത് ഈ ലോകത്തിലെ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ്. നാം ആകട്ടെ അനശ്വരമായ ഒളിമങ്ങാത്ത കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണെന്ന് മകനെ മകളെ, നീ ഇന്ന് പരിശുദ്ധാത്മാവിൽ തിരിച്ചറിവ് പ്രാപിക്കണം. ആകയാൽ സമ്മാനത്തിന് വേണ്ടി ഓടണം. വ്യർത്ഥമായവയ്ക്ക് അടിമപ്പെടരുത്. ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന, നമ്മുടെ ഭവനം ചെയ്യുന്ന അധ്വാനങ്ങളുടെ നിശ്ചിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ സമ്പത്ത് നേടണമെന്നുള്ളതാണോ? സ്വർഗത്തിൽ നിത്യത നേടണമെന്നുള്ളതാണോ? സങ്കീർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 9-ാം വാക്യം: നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. അതിന് തീറ്റയും വെള്ളവും കിട്ടിയാൽ മതി. എന്നാൽ മനുഷ്യനത് പോരാ. നമുക്കൊരാത്മാവുണ്ട്. ഈ ആത്മാവിന്റെ നിത്യത ഉറപ്പു വരുമ്പോഴാണ്, ഭദ്രമാകുമ്പോഴാണ് പ്രിയ മകനെ മകളെ നമ്മുടെ ഹൃദയം സമാധാനത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 6-ാം വാക്യം: ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവമുണ്ടെന്നും തന്നെ ശരണം വെക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നമുക്ക് ഒളിമങ്ങാത്ത കിരീടമുണ്ട്, നമുക്ക് പ്രതിഫലമുണ്ട്. ഇതൊരു ക്രിസ്തീയ പൈതൽ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഈ ഒരു വലിയ രഹസ്യത്താൽ മുദ്ര ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയൊരു സ്വർഗീയ രഹസ്യമുണ്ട്. അത് വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അദ്ദേഹം സ്വർഗരാജ്യത്തെക്കുറിച്ചും മരണശേഷമുള്ള സ്വർഗീയ സമ്മാനത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവിടെ ആ സ്വർഗീയ നഗരത്തിൽ സത്യമാണ് ഭരണം നടത്തുന്നത്, സ്നേഹമാണ് അവിടുത്തെ നിയമം, അതിൻ്റെ അതിർത്തികൾ നിത്യത്വത്തിൽ ലയിച്ചു കിടക്കുകയും ചെയ്യുന്നു. ഒരു സ്വർഗമുണ്ട്, ഒരു നിത്യതയുണ്ട്, ഒളിമങ്ങാത്ത കിരീടമുണ്ട്. ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവൻ നയിക്കുന്നവർക്ക് അവിടുന്ന് നിത്യതയിൽ ഒളിമങ്ങാത്ത കിരീടം പ്രതിഫലമായി കൊടുത്ത് അനുഗ്രഹിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവരെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇപ്പോൾ തട്ടി ഉണർത്തണമേ. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ആത്മാവിനെ അയച്ച് ഉണർത്തണമേ. നിത്യത ഭദ്രമാക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:13: ഞാൻ അടുത്തായിരിക്കുമ്പോൾ എന്ന പോലെ തന്നെ അകലെയായിരിക്കുന്ന ഈ സമയത്തും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത്യധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവീൻ.
കർത്താവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലേക്കും നിത്യതയ്ക്ക് വേണ്ടി ദാഹം ജനിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും നിത്യതയ്ക്ക് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ. ഒരു സ്വർഗമുണ്ട്, ഒരു നിത്യതയുണ്ട്, അവിടെ ഒളിമങ്ങാത്ത കിരീടമുണ്ട്. ഈ ലോകത്തിൽ എൻ്റെ യേശുവിനെ പ്രതി ഞാൻ സഹിക്കുന്ന എല്ലാ നഷ്ടങ്ങൾക്കും എല്ലാ കഷ്ടങ്ങൾക്കും എൻ്റെ യേശു ക്രിസ്തുവെങ്കിൽ എനിക്ക് നിത്യതയുണ്ട്, എനിക്ക് പ്രതിഫലമുണ്ട്. തിരിച്ചറിവിൻ്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ക്രിസ്തു. അവിടുന്ന് മരിച്ചതിന് ശേഷം അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവിടുന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ വാഗ്ദാനം ചെയ്ത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ, വിജയം വരിക്കുന്നവനെ ഞാൻ വന്ന് വെള്ളവസ്ത്രം ധരിപ്പിക്കും, അവൻ്റെ നാമം ജീവൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ മായ്ച്ചു കളയുകയില്ല, ഞാനായിരിക്കുന്നിടത്ത് അവനുമായിരിക്കേണ്ടതിന് ഞാൻ അവനെ പിതാവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വീണ്ടും തിരുലിഖിതങ്ങൾ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു, വിജയം വരിക്കുന്നവനെ ഞാൻ എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൻ്റെ അർത്ഥം എന്നാണോ ഞാനും നിങ്ങൾ സ്വർഗത്തെ കണ്ടുമുട്ടുന്നത്, എന്നാണോ സ്വർഗത്തിന് വേണ്ടി ഞാനും നിങ്ങൾ അധ്വാനിക്കാൻ തുടങ്ങുന്നത്, എന്നാണോ എൻ്റെയും നിങ്ങളുടെയും പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ വരുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കണം, ഈ ഭൂമിയിൽ ക്ലേശം സഹിക്കണം, യേശുവിനോട് ചേർന്ന് സ്വർഗത്തിൽ യുഗങ്ങളോളം വാഴേണ്ടതിന് ഈ ഭൂമിയിൽ വെച്ച് ത്യാഗങ്ങളും നഷ്ടങ്ങളും സഹിക്കണമെന്ന് തിരിച്ചറിവ് കിട്ടുന്നത്, അന്ന് മുതലാണ് ഈ ജീവിതത്തിന് അർത്ഥമുള്ളത്. അന്ന് മുതലാണ് ഈ ജീവിതം വ്യർത്ഥതയുടെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്. അന്ന് വരെ ഈ ജീവിതം വ്യർത്ഥതയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്താണ് സ്ഥിതി എന്ന് ചിന്തിക്കണം. എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? അവരുടെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിലുണ്ടോ? അവർ നിത്യതയ്ക്ക് വേണ്ടിയാണോ അധ്വാനിക്കുന്നത്? അവരുടെ ചിന്തയും അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അവർ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയമകനെ, പ്രിയമകളെ, കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. കുടുംബത്തിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടോ? കുടുംബത്തിൽ ആത്മീയ കാര്യത്തിന് വേണ്ടി ദാഹമുണ്ടോ? കുടുംബത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹമുണ്ടോ? കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ സ്വർഗത്തിൽ നിത്യജീവന്റെ ഗ്രന്ഥത്തിൽ പേര് വേണമെന്ന് ആഗ്രഹമുള്ളവരാണോ? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നതിനെ കുറിച്ച് സന്തോഷമുള്ളവരാണോ? ഇതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മുമ്പേ നമ്മുടെ പൂർവികർ നമുക്ക് തീവ്രമായ ജീവിത മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ തോമസ് മൂറിനെ ഓർക്കുക. ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ബഹുമതികളും പുല്ലുപോലെ തൃണവൽഗണിച്ച് സ്വർഗത്തിൽ നിത്യജീവൻ നേടുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ഭൂമിയിൽ ഒരു രക്തസാക്ഷിയായി മാറി. അദ്ദേഹം മാറി. സൽപ്പേര് അദ്ദേഹം ഉപേക്ഷിച്ച്, ജീവിത നന്മകൾ അദ്ദേഹം ഉപേക്ഷിച്ചു. ചക്രവർത്തി ഹെൻറി 8-ാമൻ രാജാവ് വാഗ്ദാനം ചെയ്ത മുഴുവൻ സൗഭാഗ്യങ്ങളും പുല്ലുവില കൽപ്പിച്ച് വലിച്ചെറിഞ്ഞ് അദ്ദേഹം സ്വർഗത്തിൽ തന്നെ നിക്ഷേപത്തെ കാത്ത്. ഈ നിമിഷങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ. ഈ ലോക ജീവിതത്തിലെ എല്ലാ വ്യർത്ഥതകളിൽ നിന്ന് വിടുവിക്കാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ ആഗ്രഹിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അതിശയകരമായി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയുടെ ബന്ധനങ്ങളിരിക്കുന്നവരിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിത്യതര അഭിഷേകം നൽകണമേ. കർത്താവേ, ഈ ഏതെങ്കിലും കുടുംബങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിന്മാറ്റത്തിന്റെ ആത്മാക്കൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യം, തിന്മ, ജഡിക പാപങ്ങൾ, ഇങ്ങനെയുള്ള ജഡത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അതിന്റെ പരിണതഫലമായി വന്നുള്ള ദുഷ്ടാരിപന്റെ സ്വാധീനങ്ങളും സുഖഭോഗ ആസക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ദുർബലമായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ആശീർവദിച്ച് തിന്മകളുടെ കെട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.